ഇന്ത്യ അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമാണ്. അതിൻ്റെ തീരുമാനങ്ങളൊന്നും ഉടനെ സംഭവിച്ചിട്ടുമില്ല. അതിന് തീരുമാനം ഉണ്ടാക്കണമെന്നുള്ള വാശി അമേരിക്കയ്ക്കുണ്ട്. പക്ഷേ ഇന്ത്യ തങ്ങളുടേതായ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ അതിലേക്കൊന്നും എത്തില്ല എന്നുള്ള കൃത്യമായ സന്ദേശം കൊടുക്കുന്നുണ്ട്. എന്താകും ഈ കരാർ? ഈ കരാറിൽ അമേരിക്കയ്ക്ക് താഴേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടാകും. അത് നമ്മളോട് മാത്രമല്ല, എല്ലാ രാജ്യങ്ങളോടും. ഇവർ ഈ നികുതി അടിച്ചു നൽകിയിട്ടുള്ള സകല രാജ്യങ്ങളുടെ മുമ്പിൽ തല കുമ്പിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ഇന്ത്യയുടെ ഏറ്റുമുട്ടി അവർക്ക് നിലനിൽക്കാൻ പറ്റില്ല. പോകെ പോകെ അമേരിക്കയുടെ പ്രാധാന്യം കുറയും. ഇപ്പൊ തന്നെ ഡോളർ ഇടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് അമേരിക്ക പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ട്രംപ് കയറിയതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഈ പറയുന്ന മാറ്റങ്ങൾ വരുത്തലുണ്ടല്ലോ, പലതരത്തിലുള്ള നയങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമാണല്ലോ ഈ താരിഫ് ഇഷ്യൂ വന്നിട്ടുള്ളത്. വലിയ എന്താ പറയാ, ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്നൊക്കെ പറയുമെങ്കിലും വലിയതെന്നല്ല, തീരെ ബ്യൂട്ടിഫുൾ അല്ല. മൺവെട്ടിയുടെ സ്വഭാവമുള്ള അമേരിക്ക എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാം ഇങ്ങോട്ട് പോരട്ടെ, ഒന്നും അങ്ങോട്ടേക്ക് പോകില്ല. ഈ കൈക്കോട്ടിന്റെ സ്വഭാവം എന്ന് പറയുന്നത് പോലെയാണ് അമേരിക്കയുടെ കാര്യം. പക്ഷെ അതൊന്നും ഇനിയുള്ള ലോകക്രമത്തിൽ നടക്കില്ല. നമ്മൾ എന്നും നിരന്തരം പറയുന്നത്, ഇനി അത് പറയുമ്പോൾ ഒരുപക്ഷെ ക്ലീശയായിട്ട് എല്ലാവർക്കും തോന്നും, എങ്കിലും അത് പറയാതിരിക്കാൻ പറ്റില്ല. ഈ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടിട്ട് അമേരിക്ക നമ്മളോട് പറയുന്ന കരാറുകളിൽ നമ്മൾ ശരിവെക്കുകയും തിരിച്ച് ഒരു കരാർ അങ്ങോട്ട് ഏർപ്പെടുത്തുകയാണെങ്കിൽ അതിന് ഞങ്ങളില്ല ദാസ എന്ന് പറയുന്ന രീതിയാണ് അമേരിക്ക ഇതുവരെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യങ്ങളിൽ യാതൊരു തരത്തിലുമുള്ള തീരുമാനങ്ങളും ആകാതെ പോവുകയാണ്. ഓഗസ്റ്റ് 27-നാണ് ലാസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടക്കേണ്ടിയിരുന്നത്. ആ ചർച്ചയ്ക്ക് അമേരിക്കയുടെ പ്രതിനിധികൾ വന്നില്ല. അവർക്ക് കൃത്യമായിട്ട് അറിയാം ഇതിൽ മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. അമേരിക്ക പറയുന്നത് അതേപടി അംഗീകരിക്കാനൊന്നും കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അമേരിക്ക പറയുന്നത് നമ്മുടെ ക്ഷീരമേഖല, കാർഷിക മേഖല, മത്സ്യബന്ധനം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലകളെല്ലാം തുറന്നു കൊടുക്കണം, പൂർണ്ണമായും തുറന്നു കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ മുന്നിൽ നിൽക്കാൻ ഒരാളുണ്ടെങ്കിൽ പിന്നാലെ നിൽക്കാനും ആളുണ്ടാകും. ശക്തമായിട്ട് കാര്യങ്ങൾ പറയാൻ ഒരാൾ വേണം. അതിന് നേതൃത്വം നൽകാൻ ഒരുപക്ഷെ നിയോഗം ഒരുപക്ഷെ ഇന്ത്യക്കായിരിക്കാം. ഇന്ത്യ മറുപടി പറഞ്ഞതിന് ശേഷമാണ് ചൈന പോലും അതിൽ ഒരു മറുപടി, ഈ താരിഫുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു മറുപടി പറഞ്ഞത്. നമ്മളോട് പറഞ്ഞ രീതിക്ക് നമ്മൾ പലതരത്തിലുള്ള ചർച്ചകൾ നടത്തുമ്പോൾ പറയുന്നത്, നിങ്ങൾ 18% താരിഫ് പറയുകയാണെങ്കിൽ നിങ്ങളുടെ സാധനങ്ങൾ ഇവിടെ ഇറക്കുമതി ചെയ്യുമ്പോൾ നമ്മൾ അതനുസരിച്ചിട്ടുള്ള താരിഫ് പറയും. അപ്പോൾ നമ്മൾ 10% താരിഫ് ഏർപ്പെടുത്തുന്നു പറയുമ്പോൾ അമേരിക്കയ്ക്ക് അത് പറ്റില്ല. മറിച്ച് അമേരിക്കയ്ക്ക് അത് 7 ആക്കണം. 7 എന്നുള്ളത് ഒരു പറഞ്ഞു നിർത്തുന്നതാണ്. സത്യത്തിൽ അമേരിക്കയ്ക്ക് വേണ്ടത് ആ കാര്യങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് ഫ്രീ ട്രേഡ് ആണ് വേണ്ടത്. ഫ്രീ ട്രേഡ് നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുമ്പോഴും ഫ്രീ ട്രേഡിലേക്ക് പോകണം. അതിന് അമേരിക്ക വഴങ്ങുന്നില്ല. നമ്മുടെ പ്രധാനമന്ത്രി പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു കാര്യത്തിൽ ഒരു പരസ്പര സഹകരണമല്ലാതെ നിങ്ങൾക്ക് ഞങ്ങളെ വന്ന് പൂർണ്ണമായിട്ടും പഴയ രീതിയിൽ സമ്മർദ്ദം ചെലുത്തി ഞങ്ങളെ പൂർണ്ണമായിട്ടും വരുതിയിലാക്കാൻ കഴിയില്ല എന്നുള്ളത് പല രീതിയിൽ പല വൃത്തിക്കുള്ള ഭാഷയിൽ കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ പറയുന്ന ഒരു കാര്യം ശ്രദ്ധേയമാകുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് നവംബറിനകം ഈ ഒരു ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ശരിയാകും, അതായത് നിലവിൽ വരും, അതിൽ ഒരു ഒത്തുതീർപ്പുണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യ ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് പറയണമെന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കാരണമില്ലാതിരിക്കില്ല. വെറുതെ ഒരു വിടുവായത്തം പറയുന്ന ഒരു രാജ്യമല്ല നമ്മുടേത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയും ചെയ്യും. അത്രത്തോളം ആർജവമുള്ള ഒരു ഭരണകൂടമാണ് ഇപ്പോഴുള്ളത്. അത് ഇപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ദ്വിതാരിഫ് വ്യാപാര കരാർ അത് നവംബർ മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാനുള്ള ലക്ഷ്യമുണ്ട് എന്നുള്ളതാണ് പീയൂഷ് ഗോയൽ പറഞ്ഞിരിക്കുന്ന കാര്യം. മുംബൈയിൽ നടക്കുന്ന ഒരു നിക്ഷേപക സംഗമത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറയുന്നത്. നിക്ഷേപക സംഗമം എന്നൊക്കെ പറയുമ്പോൾ അറിയാലോ, പലതരത്തിലുള്ള ആശങ്കകൾ അവിടെയുള്ള പ്രതിനിധികൾ ഉന്നയിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അവർക്കുള്ള ഒരു മറുപടി കൂടിയാണ്, നിങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല, ഇതിലൊരു ധാരണയാകുന്നുണ്ട്. ഇപ്പൊ പലവരും പല രീതിയിൽ അടിച്ചിറക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അങ്ങോട്ടേക്ക് പിന്നീട് അമേരിക്കയുടെ കാല് പിടിക്കാൻ പോകേണ്ട വരുന്ന ഒരു അവസ്ഥയുണ്ടാകും. അത്തരത്തിൽ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും സ്വമേധയാ നമുക്ക് അമേരിക്കൻ പ്രോഡക്ട്സ് വേണ്ട എന്ന് തീരുമാനമെടുത്തിട്ടുള്ള വലിയൊരു വിഭാഗം ജനം നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അവരെ തൃപ്തിപ്പെടുത്തുന്ന ഒരു
മറുപടി തന്നെയാണ്. നവംബറിനകം ഈ ഒരു കാര്യത്തിൽ തീരുമാനം ഉണ്ടാകും എന്ന് പറയുന്നത്. കാര്യങ്ങൾ ഉടൻ ശരിയായ പാതയിലേക്ക് നീങ്ങും. ഫെബ്രുവരിയിൽ നമ്മുടെ രണ്ട് നേതാക്കൾ ചർച്ച ചെയ്തതുപോലെ തന്നെ നവംബറോ അതിനടുത്തോ നമുക്ക് ഈ വ്യാപാര കരാറ് പൂർത്തിയാക്കാൻ കഴിയും. ഭൗമരാഷ്ട്രീയ പ്രശ്നങ്ങൾ ചിലപ്പോൾ വ്യാപാര ചർച്ചകളെ മന്ദഗതിയിലാക്കാറുണ്ട് എന്നുള്ളത് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. ഇത്തരത്തിലുള്ള കരാറുമായി ബന്ധപ്പെട്ടിട്ട് ഉപരോധങ്ങളോ താരിഫ് വിഷയങ്ങളോ ഒക്കെ വരുമ്പോൾ ഒരു ഇടിവ് എന്തായാലും ഉണ്ടാകും. അതില്ല എന്ന് നമുക്ക് കണ്ണടച്ച് പറയാനൊന്നും സാധിക്കില്ല. അപ്പോൾ അത് അദ്ദേഹം തുറന്ന് സമ്മതിക്കുക കൂടി ചെയ്യുന്നു. എന്നാൽ അമേരിക്കയുമായിട്ട് സംഭാഷണങ്ങൾ നമ്മൾ തുടരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കരാർ പൂർത്തിയാക്കാനുള്ള പ്രതിബദ്ധത നമ്മൾ നിലനിർത്തുക കൂടി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതേസമയം നമ്മൾ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാര കരാർ എടുത്തു നോക്കും. പല രാജ്യങ്ങളുമായിട്ട് ഇപ്പൊ നമുക്ക് സ്വതന്ത്ര വ്യാപാര കരാർ വന്നിട്ടുണ്ട്. അത് ആ രാജ്യത്തിനും ഗുണം ചെയ്യും, നമുക്കും ഗുണം ചെയ്യും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ അമേരിക്കയ്ക്കുള്ള വിട്ടുവീഴ്ചയില്ലാത്ത ഈ ഒരു മനോഭാവമാണ് സത്യത്തിൽ ഈ ഒരു ഉടമ്പടിയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഒരു വിട്ടുവീഴ്ചയ്ക്ക് നമ്മൾ എപ്പോഴും പറയില്ല, ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും. പണ്ടത്തെ പോലെ എവിടെയോ കിടക്കുന്ന ഒരു രാജ്യമെന്നോ ഇന്ത്യയെ പറയാൻ കഴിയില്ലല്ലോ. ഏറ്റവും നിമിഷം കൊണ്ട് കുതിപ്പുണ്ടാക്കുന്ന ഒരു രാജ്യമാണ് ഇന്ന് ഇന്ത്യ എന്ന് പറയുമ്പോൾ. ഇന്ത്യയെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ന് ഒരു കാര്യത്തിനും തീരുമാനമെടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ ആ ഒരു ഇന്ത്യയെ ഇവരെ എങ്ങനെ മാറ്റി നിർത്താനാണ്? ട്രംപിനെ സത്യത്തിൽ തടയേണ്ടത് റഷ്യയുമായിട്ടുള്ള വ്യാപാര ബന്ധമൊന്നുമല്ല സത്യത്തിൽ വിഷയം. ഇന്ത്യയുടെ മുന്നോട്ടുള്ള പ്രയാണം എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് ഭീഷണിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. എന്നാൽ അമേരിക്കയ്ക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ലേ? അവരുടെ ആ പ്രോഡക്ട്സ് നമ്മുടെ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യാതിരിക്കുമ്പോൾ അമേരിക്കയ്ക്ക് വലിയ രീതിയിൽ വിഷയങ്ങൾ ഉണ്ടാകുന്നില്ലേ? അവിടെ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇന്ത്യ ഇതിനകം പല രാജ്യങ്ങളുമായിട്ടും പ്രധാനപ്പെട്ട വ്യാപാര കരാറുകളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. മൗറീഷ്യസ്, ഓസ്ട്രേലിയ, പിന്നെ നോർവേ, സ്വിറ്റ്സർലാൻഡ്, ലിച്ചൻസ്റ്റൈൻ, ഐസ്ലാൻഡ്, UAE എന്നിവയുമായിട്ടുള്ള ഉടമ്പടികളൊക്കെ ഇതിലുണ്ട്. യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള വ്യാപാര ചർച്ചകളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. സെപ്റ്റംബർ 8 ബ്രസൽസിൽ നടക്കുന്ന 13ാം റൗണ്ട് ചർച്ചകളിലൂടെ ഈ കരാറിൽ കൂടുതൽ കാര്യമായിട്ടുള്ള പുരോഗതി ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പ് കൂടി നിക്ഷേപക സംഗമത്തിൽ പീയൂഷ് ഗോയൽ നൽകുന്നുണ്ട്. അത് വെറും ഒരു ഉറപ്പാകാനുള്ള സാധ്യതയില്ല. അങ്ങനെ വെറും ഒരു ഉറപ്പ് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുന്ന ഒരു നടപടി അത് നമ്മുടെ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറില്ല. എന്തായാലും അത് പ്രതീക്ഷയ്ക്കുള്ള വക തന്നെയാണ്. അമേരിക്കയ്ക്ക് വഴങ്ങേണ്ടി വരും എന്ന് തന്നെ നമുക്ക് കരുതാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.